നമ്മുടെ ഇന്നത്തെ വർക്ക് ഈ കാണുന്ന മെഷീൻ്റെ ഹൈഡ്രോളിക് പിസ്റ്റൺ സീൽ ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് മെഷീൻ പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ സീല് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ക്രെയിനിൻ്റെ സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത്രയ്ക്കും വലിയ ഒരു സിലിണ്ടറാണ് ഈ കാണുന്നത്. അതുപോലെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ പിസ്റ്റൺ കണക്ട് ചെയ്തിരിക്കുന്ന ഹോസും അതുപോലെ സോളിനോട് വാൽവും അതുപോലെ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓയിൽ ടാങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് സിലിണ്ടർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഹൈഡ്രോളിക് പമ്പും അതുപോലെ തന്നെ അതിൻ്റെ വാൽവും അതുപോലെ ഹൈഡ്രോളിക് ബ്ലോക്സ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സോളിനോട് വാൽവൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനും വാൽവ് ഓപ്പൺ ക്ലോസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കത് അഴിച്ചു തുടങ്ങിയാലോ. അതുപോലെ നമ്മൾ അതിൻ്റെ ഹോസും അതുപോലെ രണ്ട് സൈഡിലുള്ള ബോൾട്ടുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പിസ്റ്റൺ പ്രോപ്പറായിട്ട് വെളിയിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരുപാട് ബോൾട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഹെഡ് ഓപ്പൺ ആയിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ താഴെ സൈഡിലുള്ള ബ്ലോക്ക് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു പിസ്റ്റൺ കറക്റ്റായിട്ട് മുകളിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നത്. ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ പിസ്റ്റൻ്റെ സീലൊക്കെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിപ്പോൾ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് വീഡിയോസും അതുപോലെ ഓട്ടോമേഷനൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.